ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവ എന്ന നഗരത്തെക്കുറിച്ചാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ നഗരമാണ് ആലുവ. പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്തെ മഹാശിവരാത്രി പ്രശസ്തമാണ്. പർവ്വതനിരയുടെ പനിനീരായി ഒഴുകിയെത്തുന്ന പെരിയാറിൻ്റെ തലോടലേറ്റ് കിടക്കുന്ന സ്ഥലമാണ് ആലുവ. എറണാകുളത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ആലുവ സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 12 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് ആലുവ സ്ഥിതി ചെയ്യുന്നത്. പല അദ്വൈത ആശ്രമങ്ങളും ആലുവയിൽ ഉണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനവും ആലുവയാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരവും ആലുവയിലുണ്ട്. എങ്കിലും ആലുവയെ പ്രശസ്തമാക്കുന്നത് ആലുവ തീരത്തുകൂടെ ശാന്തമായി ഒഴുകുന്ന പെരിയാറാണ്. ഇന്ത്യയിലെ തന്നെ 2 നഗരങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബസ് സർവീസുകളുള്ളത് ആലുവയ്ക്കും കൊച്ചിക്കുമിടയിലാണ്. കൊച്ചി മെട്രോ റെയിൽ ആരംഭിക്കുന്നതും ആലുവയിൽ നിന്നാണ്. ആലുവ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളുമായി വിമാനമാർഗവും റെയിൽ മാർഗവും റോഡ് മാർഗവും കടൽ മാർഗവും ബന്ധപ്പെട്ടിരിക്കുന്നു. 2018 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ആ പ്രളയം ബാധിച്ച നഗരം കൂടിയാണ് ആലുവ. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറുള്ള ആൽമരത്തിൽ നിന്നാണ് ആലുവ എന്ന പേര് വന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. ആലിൻ്റെ വായ എന്നത് ആലുവയായി. വില്വമംഗലം സ്വാമിയാരാണ് ഈ ആൽ വച്ച് പിടിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. വിശ്വവിജ്ഞാന കോശത്തിലും ഇത് ഉദ്ധരിച്ച് കാണുന്നുണ്ട്. എന്നാൽ ആലല്ല, ശിവക്ഷേത്രം തന്നെയാണ് സ്ഥലനാമോൽപ്പത്തിക്ക് കാരണമെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. മധുര കേന്ദ്രീകരിച്ച് വികസിച്ച് ശൈവമതപ്രസ്ഥാനം പടിഞ്ഞാറോട്ട് വികസിക്കുകയും ആദ്യം തൃക്കരിയൂർ ശിവക്ഷേത്രം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ആലുവയിലും ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. മധുരയിലെ ശിവക്ഷേത്രത്തെ ആലവായിൽ എന്ന് വിളിച്ചിരുന്നതനുകരിച്ച് ഈ പ്രതിഷ്ഠയ്ക്കും ആലുവായിൽ എന്ന് വിളിക്കുകയും അത് പിന്നീട് ആലുവ എന്നാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.